ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സവോളയും ഗോതമ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പുവും 2 ഏലക്കയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി അതിൻ്റെ ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സമയം അത് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ സവാളയെല്ലാം നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ, ഇത് നമുക്ക് ചപ്പാത്തിക്ക് കറിയായിട്ട് കൂട്ടാവുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബേ ലീഫ് ആദ്യം ഇടാൻ മറന്നുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കറി കുറച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറി തന്നെയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഇതിനൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചൊരു 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഇതിൻ്റെ സവാളൊക്കെ ഒന്ന് വഴണ്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്കൊരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കറി തയ്യാറാക്കുമ്പോൾ ഈ കറി ബാക്കിയാവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് ബാക്കിയാവുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത സവാളയ്ക്ക് ഈ ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തക്കാളി എടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മതി. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാകും. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കറി തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിലും കുറവളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതിന് അധികമായിട്ട് മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മുളക് പൊടിയുടെയൊക്കെ ആവശ്യം അധികമൊന്നുമില്ല, കുറച്ച് മതിയാകും. അപ്പോൾ അത് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര കറി വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല ചേർക്കാം. ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാവുന്നതാണ്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ട, കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക. കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. കട്ടയൊന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കടലമാവ് ഒന്ന് ചൂടാക്കി വറുത്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തയ്യാറാക്കുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടലമാവ് ചേർത്തുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരുമെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല തിക്നെസ്, കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഒരു തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ കറി ട്രൈ ചെയ്ത് നോക്കുക. കാരണം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്തപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇനി കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
കറിവേപ്പിലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ദോശയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറി തന്നെയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കാം. അപ്പോൾ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിനുള്ള ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഒരു 4 കപ്പ് അളവിൽ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാൻ 4 കപ്പ് മാവ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കൂടുതലായിട്ട് തയ്യാറാക്കുന്നത് ചപ്പാത്തി കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം, 4 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം. ചിലപ്പോൾ 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല, കുറച്ച് വെള്ളം ബാക്കി വരും. അല്ലെങ്കിൽ ഈ 4 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ. രണ്ടാമത്തെ കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ അഥവാ അല്പം വെള്ളം കൂടിപ്പോയാലും നിങ്ങൾ അല്പം മാവ് ചേർത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ മാവെല്ലാം ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് കറി തയ്യാറാക്കി എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ കുഞ്ഞു ബോളായിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 രീതിയിൽ കാണിക്കാം. അതായത് പ്ലേറ്റിൽ നമുക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താലും മതിയാകും. നല്ല എളുപ്പമാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾസായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കി വേവിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ബോളായിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം. തീരെ ചെറിയ ബോളായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ തയ്യാറാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചോറ് വാർക്കുന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒരല്പം ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതിന് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കത് എത്ര വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാനും പറ്റും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റിനകത്ത് മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത്. ഇപ്പോൾ ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓരോന്നിലും ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തുന്നുണ്ട്. കാരണം അത് കുത്തിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മസാലയിലേക്ക് ഇടുമ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ ആ ഒരു കറിയൊക്കെ അതിനുള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കറി ആദ്യം അതിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ബോൾസ് ഇട്ട് കൊടുത്താലും മതിയാകും. ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമാണല്ലോ ബോൾസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം. അതായത് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ഒരു ബോൾസിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.